ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ പത്തിരി നമ്മൾ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ പൊള്ളി വരുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതെങ്ങനെയാണ് കുഴയ്ക്കുന്നത്, എത്ര വെള്ളം എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മൾ ആദ്യം പച്ചരി നനച്ച് കുതിർത്ത് പൊടിച്ച് വറുത്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങനെ പത്തിരിൻ്റെ പൊടിയാവുള്ളൂ. അപ്പോൾ അത് ഞാൻ 2 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പത്തിരിപ്പൊടിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ അതിനെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് പൊടി എടുത്തപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങുകയാണെങ്കിൽ എത്ര ഒന്നും ഉണക്കം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ഉണങ്ങിയ പൊടിയാണെങ്കിലാണ് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഞാനിതാ 4ാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിതാ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കണം. നന്നായി വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ച പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ ഈ പത്തിരിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മരത്തിൻ്റെ ചട്ടകം കൊണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും പൊടി വെള്ളത്തിൽ നന്നായി ഇളകണം. അപ്പോൾ ഞാനിതാ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളകിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതൊന്നുകൂടെ ഇളക്കിയിട്ട് ഒന്ന് അല്പം ചൂട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെക്കണം. ഫുള്ളായിട്ട് ചൂട് പോവരുത്, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി ഇതെടുത്ത് നമുക്ക് അല്പം വെള്ളം തൊട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതാ അല്പം പച്ചവെള്ളം തൊട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുഴച്ച ശേഷം നമുക്ക് എത്ര പ്രാവശ്യം കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും പ്രാവശ്യം നമ്മളത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിനനുസരിച്ചാണ് പത്തിരി നന്നായി സോഫ്റ്റായി വരുന്നത്. ഇനി ഞാനിത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് എനിക്ക് കുഴച്ചെടുക്കുന്നത്. അപ്പം ഞാനിതാ വീണ്ടും ഇത് കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ തൂവുന്നത് നല്ലതാട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ അല്പം വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം. ഇനി അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കി വെക്കാം. അത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വലുപ്പത്തിനനുസരിച്ചുള്ള ഉരുളകളാക്കാം. ഞാൻ അധികം ചെറുതല്ലാത്ത ഉരുളകളാണ് ആക്കിയത്. അപ്പം ബാക്കിയുള്ള പൊടി കൂടെ നമുക്കിങ്ങനെ ഉരുളകളാക്കി മാറ്റാം. അങ്ങനെ എല്ലാ ഉരുളകളും ആക്കി വെച്ച ശേഷം വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാ ഉരുളകളും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പത്തിരിക്കല്ല് വെക്കാം. അപ്പോൾ ഞാനിതാ സ്റ്റൗ കത്തിച്ച് പത്തിരിക്കല്ല് വെക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കല്ല് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. പണ്ട് കാലത്തൊക്കെ പലയും കുഴലും വെച്ചിട്ടാണ് പരത്തിയിരുന്നത്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലത്തെ പ്രസ്സിലായിരിക്കും പരത്തുന്നത്. ഇനി ഞാൻ ഈ പത്തിരി ഓരോന്നും കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഓരോ ഭാഗവും അത് മറിച്ചിടുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം ഓരോ പത്തിരിയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ 4 പത്തിരിയാണ് ഇതിലിടുന്നത്. പത്തിരിയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ പെട്ടെന്ന് മറിച്ചിടണം. 1ാമത്തെ ഭാഗം പെട്ടെന്ന് മറിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ പൊള്ളി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതേ ഭാഗം തന്നെയാണ് വീണ്ടും ഇടുന്നത്, അല്ലാതെ മറിച്ചിടുന്നില്ല. അതേ ഭാഗം തന്നെ ഒന്ന് പൊക്കി അവിടെ തന്നെ
വെക്കണം. ആ ഭാഗം നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ ആ ഭാഗം നന്നായി വെന്ത ശേഷമാണ് നമ്മൾ വീണ്ടും പൊള്ളാൻ വേണ്ടി ഇടുന്നത്. അപ്പോൾ ഞാനിതാ വീണ്ടും 4 പത്തിരിയും പൊള്ളാൻ വേണ്ടി തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി നന്നായി പൊള്ളി വരുന്നത് കാണാം. കണ്ടോ, നന്നായി പൊള്ളി വരുന്നുണ്ട് പത്തിരി. ഇങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് ഇനി ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരി ഇവിടെ റെഡിയായി. പത്തിരിക്ക് നമുക്ക് ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി കൂട്ടിയിട്ട് പത്തിരി കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.